ഹീമോക്രോമറ്റോസിസ് ഇറ്റ് ഈസ് അയൺ ഓവർലോഡ് ഡിസീസ്. അതായത് നമ്മളുടെ ഇന്റസ്റ്റൈനിൽ നിന്നും അയൺ എക്സസീവ് ആയിട്ട് അബ്സോർബ് ചെയ്ത് അത് നമ്മുടെ വൈറ്റൽ ഓർഗൻ ആയിട്ടുള്ള ലിവർ, പാൻക്രിയാസ് ആൻഡ് ഹാർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ വൈറ്റൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഹീമോക്രോമറ്റോസിസ്. ഇത് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു ഡിസീസ് ആണ്. അത് കൂടാതെ അയൺ ഓവർലോഡ് കൊണ്ടും ഈ ഒരു അസുഖം വരാം. ദാറ്റ് മീൻസ് സെക്കൻഡറി ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ വഴിയായിട്ടോ അല്ലെങ്കിൽ അയൺ എക്സസീവ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന പേഷ്യൻസിനോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്യാം. ജനറ്റിക് ഹീമോക്രോമറ്റോസിസിൽ പാരന്റൽ ട്രാൻസ്മിഷൻ ആയിട്ട് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ആണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിയോനേറ്റൽ ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ത്രെട്ടൻഡ് പ്രോബ്ലം കൂടെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് യൂട്രൈൻ ലൈഫിൽ തന്നെ ഒരു ഫീറ്റസിൽ അയൺ എക്സസീവ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ത്രെട്ടൻഡ് പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ന്യൂ ബോണിന്റെ വൈറ്റൽ ഓർഗൻസ് ഒന്നും കംപ്ലീറ്റ്ലി മെച്യൂർഡ് അല്ലാത്തത് കൊണ്ട് അയൺ ഡെപ്പോസിറ്റ് ആവുന്നതിനനുസരിച്ച് ഈസി ആയിട്ട് ആ വൈറ്റൽ ഓർഗൻ ഡാമേജ്ഡ് ആയി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെയുള്ള ഹീമോക്രോമറ്റോസിസ് ഉള്ള പേഷ്യൻസിന് ഫറ്റീഗ് വീക്ക്നെസ് ഏർലി സിംറ്റം ആയിട്ടും അതുകൂടാതെ ലേറ്റർ ആകുമ്പോഴത്തേക്കും ലിവർ ഡാമേജ് വഴി ലിവർ ഫെയിലിയർ റിലേറ്റഡ് സിംറ്റംസും അതുപോലെ പാൻക്രിയാസിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഡയബറ്റിസും ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് കാർഡിയാക് റിലേറ്റഡ് പ്രോബ്ലംസും ഡെവലപ്പ് ചെയ്യാം. നോർമലി ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് സീറം ഫെറിറ്റിൻ ലെവൽ. അതുകൂടാതെ ട്രാൻസ്ഫെറിൻ പ്രോട്ടീൻ വാല്യൂസും എന്തുമാത്രം പ്രോട്ടീൻ ബൗണ്ട് അയൺ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട്. MRI, CT സ്കാൻ, ഗ്രാഫിക്കൽ എക്സാമിനേഷൻ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഈ ഒരു ഡിസീസിന്റെ ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? ബേസിക്കലി 3 ഡിഫറെന്റ് ലെവൽ മാനേജ്മെന്റ് ആണുള്ളത്. ഒന്ന് ഡയറ്ററി മോഡിഫിക്കേഷൻ, അയൺ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മാനേജ്മെന്റ്. രണ്ടാമത്തെ മാനേജ്മെന്റ് ഫ്ലബോട്ടമി അല്ലെങ്കിൽ ബ്ലഡ് റിമൂവൽ, എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് റിമൂവ് ചെയ്ത് കളഞ്ഞ് അയണിന്റെ എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലബോട്ടമി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ മാനേജ്മെന്റ് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് പേഷ്യന്റിന് ചിലേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യാം. അയണിന്റെ ചിലേറ്റിംഗ് ഏജന്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇറ്റ് ഈസ് സിമിലർ കൈൻഡ് ഓഫ് ആൻ ആന്റിഡോട്ട്. അപ്പോൾ അയണിന്റെ ആന്റിഡോട്ട് ആണ് ഡെസ്ഫെറോക്സമൈഡ് ഓർ ഡെസ്ഫെറോൾ. അപ്പൊ ആന്റിഡോട്ട് തെറാപ്പി അല്ലെങ്കിൽ ചിലേറ്റിംഗ് ഏജന്റ്സ് കൊടുത്ത് നമുക്ക് പേഷ്യൻസിന്റെ അയൺ അബ്സോർപ്ഷനും പ്ലസ് അയൺ ഡെപ്പോസിറ്റും കുറച്ച് അയണിന്റെ എക്സ്ക്രീഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇത്